പിയാനോ, ഡ്രംസ്, മൗത്ത് ഓർഗൺ അങ്ങനെ വിവിധ തരം സംഗീതോപകരണങ്ങൾ നല്ല അസലായിട്ട് ഗൗതം വായിക്കും. ഇതിനൊക്കെ ഗൗതമിന് സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ ഡോക്ടർ ഷിബില്ല വി മോഹനാണ്. അമ്മ തന്നെ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ചേച്ചി, എങ്ങനെയാണ് 2.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഓട്ടിസം മോന് ഡയഗ്നോസ് ചെയ്യണത്. ഇതേപോലെ മോന് ഒട്ടും ഐ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യില്ലായിരുന്നു. മോനുള്ള കഴിവുകൾ പോലും, അതായത് ആ സമയം വേണ്ട അറ്റൈൻ ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് പോലും അതുപോലും മോന് നഷ്ടപ്പെട്ടു പോയി. ടാറ്റ പറയാൻ പോലും മറന്നുപോയി. അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തെല്ലാം പോയി, ഡെവലപ്മെൻറ്റൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഓട്ടിസം ഡയഗ്നോസ് ചെയ്തു. മോൻ പിയാനോ വായിക്കും, ഡ്രംസ് വായിക്കും, സൈലോഫോൺ വായിക്കും. മൗത്ത് ഓർഗൻ മോൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് പാട്ട് മോൻ സ്വന്തമായിട്ട് മോനത് മൗത്ത് ഓർഗൻ വായിക്കുന്നുണ്ട്. പിന്നെ ഹാർമോണിയം മോൻ്റെ കയ്യിൽ കിട്ടിയാൽ മോനത് വായിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഗിറ്റാർ ആണെങ്കിലും മോൻ്റെ ആ ഒരു അതിൽ നോട്ട് ശരിയാവണം എന്നില്ല, പക്ഷേ മോൻ ഗിറ്റാർ ആണെങ്കിലും എല്ലാം മോനൊരു പാട്ട്, ഏത് മ്യൂസിക് ഇൻസ്ട്രുമെൻസും കിട്ടിയാലും മോൻ അതൊരു പാട്ട്, മോൻ നമുക്ക് പരിചയമുള്ള പാട്ട് അല്ലെങ്കിൽ മോൻ ഇഷ്ടമുള്ള പാട്ട് മോൻ നമുക്ക് തരും.